ഈ നാവായിക്കുളത്ത് ഏറ്റവും നല്ല തരത്തിലൊരു മതമൈത്രി നിലനിന്നിരുന്നു എന്നുള്ളതാണ്. മതമൈത്രിയുടെ ഒരു കേദാരമായിരുന്നു നാവായിക്കുളം. അതിനുദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന നമ്മുടെ മഹാക്ഷേത്രം തന്നെയാണ്. കാരണം ഈ മഹാക്ഷേത്രത്തിൻ്റെ 1/2 കിലോമീറ്റർ തെക്കുമാറിയും 1/2 കിലോമീറ്റർ വടക്കുമാറിയും 2 മതവിഭാഗങ്ങളുടെ ക്രൈസ്തവ ക്ഷേത്രവും ക്രൈസ്തവ ആരാധനാലയവും അതുപോലെ തന്നെ ഇസ്ലാം ആരാധനാലയവും നിൽക്കുന്നു. അതിൻ്റെ മധ്യത്താണ് നമ്മുടെ ഈ മഹാക്ഷേത്രം നിൽക്കുന്നത്. അപ്പോൾ സർവ്വമത സമ്മേളനം സമ്മേളിച്ചിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭൂമികയായിട്ട് മാറാൻ കഴിയും. അതിലേറെ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഈ മഹാക്ഷേത്രം പുനർനിർമ്മിക്കുന്ന അവസരത്തിൽ കായംകുളം രാജാവ് ഈ നാവായിക്കുളം ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന സാധന സാമഗ്രികളാണ് ഈ നമ്മുടെ നാവായിക്കുളത്തെ വലിയ പള്ളി എന്ന് പറയുന്ന ഇസ്ലാം മത ആരാധനാലയത്തിനുണ്ടായി. അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം കൂടിയുണ്ട്. കായംകുളം രാജാവിൻ്റെ അംഗരക്ഷകരിൽ പ്രമുഖനും അതുപോലെ തന്നെ ഒരു പടനായകനുമായിരുന്നത് ഒരു ഇസ്ലാം മതവിശ്വാസിയായിരുന്നു. അദ്ദേഹം മഹാരാജാവിനോട് ആവശ്യപ്പെട്ടു, ഇസ്ലാം മതവിശ്വാസികൾക്ക് ആരാധിക്കുവാൻ നാവായിക്കുളത്ത് ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു ആരാധനാലയം വേണമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ആണ് ഈ ക്ഷേത്രത്തിന് കൊണ്ടുവന്ന സാധന സാമഗ്രികൾ അത് പള്ളിക്ക് കൂടി ഉപയോഗിക്കാനായിട്ട് അദ്ദേഹം കൽപ്പന കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, മഹാരാജാവ് പറഞ്ഞ ഒരു പ്രത്യേകമായ നിർദ്ദേശമുണ്ട്. അതായത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ കേൾക്കത്തക്ക ദൂരപരിധിയിലായിരിക്കണം ഈ പള്ളി പണിയേണ്ടതെന്ന്. അത് ഇന്നും അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ വലിയ പള്ളി നാവായിക്കുളം ക്ഷേത്രത്തിനുമായിട്ട് ചരിത്രപരമായി ബന്ധമുള്ള ആ വലിയ പള്ളി ഇന്ന് നമ്മുടെ തട്ടുപാലം കേന്ദ്രമാക്കി നിലനിൽക്കുന്നുള്ളത്. അപ്പോൾ അത് ഒരു മൈത്രിയുടെ അല്ലെങ്കിൽ ഒരു മതമൈത്രിയുടെ ഒരു സന്ദേശം കൂടി നൽകുന്ന ഒന്നായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ മതമൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു സന്ദേശം നമുക്ക് ഈ ക്ഷേത്രങ്ങളിലൂടെ കാണാൻ കഴിയും. ഉത്സവ കാലഘട്ടത്തിൽ നാവായിക്കുളം ക്ഷേത്രത്തിൻ്റെ 10 ദിവസം നടക്കുന്ന ഉത്സവത്തിൽ ഈ മേടമാസത്തിലെ ഉത്രട്ടാതി നാളിൽ കൊടിയേറി 10 ദിവസം നടക്കുന്ന ആ ഉത്സവ നാളിലും ഈ സർവ്വമത കൂട്ടായ്മ നമുക്ക് ക്ഷേത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നാവായിക്കുളത്തിൻ്റെ ഒരു സാംസ്കാരികമായ ചരിത്രവും അതുപോലെ തന്നെ മാനവികതയുടെയും ഒരു അവസ്ഥയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്.